സയ്യിദുനാ മൂസ അലൈഹിസ്സലാം സീനാ മരുഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് അതിശക്തമായ വയറുവേദന സംഭവിച്ചു. ഇൻതാബഹു അലമുൻ ഷദീദുൻ ഫീ ബത്നി വഹുവ ഫീ സുഹറാഇ സൈനാ ഫശകാ ഇലല്ലാഹ്. അല്ലാഹുവേ, വയറുവേദനയുണ്ട് റബ്ബേ. അന്ന് ഫാർമസിയിൽ ആശുപത്രിയിലെ ഡോക്ടറൊന്നും മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു ജല്ല ജലാലുവിനോട്, യാ അല്ലാഹ്, എനിക്ക് ശിഫ വേണം, അല്ലാഹുവേ ശിഫ വേണം. ഫദല്ലഹുല്ലാഹു അലാ ഉശ്ബിൻ ഫീ മകാനി ബിസ്സുഹറാ. അങ്ങനെ മരുഭൂമിയിൽ എവിടെയോ കിടക്കുന്ന ഒരു പച്ചമരുന്ന്, ഒരു ചെടി മൂസ നബി അലൈഹിസ്സലാമിനോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഫദഹബ ഇലൈഹി മൂസ ഫഅകല മിൻഹു ഫശുഫിയ ലിസാഅതി. ആ സമയം തന്നെ രോഗത്തിന് ശിഫ വന്നു, വയറുവേദന അങ്ങ് മാറുകയും ചെയ്തു. ഫഹമിദല്ലാഹ വൻസറഫ്. അൽഹംദുലില്ലാഹ്, സമാധാനത്തോടെ തിരിച്ചു പോന്നു. ثم عابده المرض بعد حين. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അസുഖം തിരിച്ചു വന്നു. ഭയങ്കരമായ വയറുവേദന, കലശലായ വയറുവേദന. അങ്ങനെ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം فتناول ذاك العشب فلم يذهب مرضه. ആ പച്ചമരുന്ന് പോയി കഴിച്ചു, രോഗം മാറിയില്ല. فكلم الله تعالى في هذا. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എനിക്ക് മുമ്പ് ഇതേ അസുഖം വന്നപ്പോൾ നീ പറഞ്ഞെന്ന മരുന്ന് ഞാൻ കഴിച്ചു, എനിക്കപ്പം മാറി. ആ അസുഖം തിരിച്ചു വന്നിട്ടും ഞാൻ കഴിച്ചു, എനിക്ക് മാറിയില്ലല്ലോ. لقد تناولت العشب في المرة الأولى مني فشفيت. മൂസ നബിയെ, ആദ്യമായി നിങ്ങൾക്ക് വയറുവേദന വന്നപ്പോൾ ആ മരുന്ന് നിങ്ങൾ കഴിച്ചത് ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. وفي المرة الثانية تناولته من نفسك فلم تدعني فلم يذهب مرضك. രണ്ടാമത്തെ അസുഖം വന്നപ്പോൾ ആ പഴയ പ്രിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് എടുത്ത് കുടിച്ചു, എന്നോട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞു. അലാ തഅലമു യാ മൂസ, മൂസ നബിയെ നിങ്ങൾക്കറിയൂലേ, അന്ന ദുന്യ കുല്ലുഹാ സുമ്മുൻ ഖാതിൽ, ഈ ലോകം മുഴുവനും നിങ്ങളെ കൊന്നുകളയുന്ന വിഷമാണ്. വത്രിയാഖുഹാ ഇസ്മി, എൻ്റെ നാമമാണ് ഇവിടെ നിങ്ങൾക്ക് മരുന്നായിട്ടുള്ളത്, ബാക്കിയൊക്കെ വിഷമാണെന്ന് നിങ്ങൾക്കറിയൂലേ എന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് അഥർവ്വിൽ കാണാൻ കഴിയും. ചില പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ചില മഹാന്മാരായ ആളുകൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റുഖിയ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റുഖിയ ചെയ്തു, ഒറ്റയ്ക്ക് ചെയ്തു, ചിലപ്പോൾ റിസൾട്ട് കിട്ടൂല. ഒരു മഹാനായൊരു മനുഷ്യൻ, ഒരു ആബിദായ മുത്തഖിയായൊരു മനുഷ്യൻ, നിങ്ങൾ എന്നെ ചൊല്ലിക്കോ, അതെന്നെ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, എന്നാലും ചൊല്ലിക്കോ, ആ ഇജാസിയത്ത് കൊണ്ട് ചൊല്ലുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. ഇത് മുജറബാണ്, ഇത് ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ചില ഖാനൂനുകൾ ലോകത്ത് വെച്ച് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നു, ഇജാസത്തോടുകൂടെ ദിക്റ് ചൊല്ലുന്നു, രണ്ടും അതിൻ്റെ പവറിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചൊല്ലിയത് തന്നെയാണ് ഷെയ്ഖ് തന്നിട്ടുണ്ടാവുക, പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചൊല്ലിയപ്പോൾ കിട്ടാത്ത ഒരു ആനന്ദവും ആസ്വാദനവും ഒരു അത്ഭുതവും അത് നേരിട്ട് തലക്കി ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് പോലെയല്ല. സുബ്ഹാനല്ലാഹ്, രണ്ട് വ്യത്യാസമാണ്. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് തആല കൊടുത്ത ഈ ഒരു മറുപടി ഈ ആശയമാണ് പഠിപ്പിക്കുന്നത്. മൂസ നബിയെ, നിങ്ങളത് എടുത്തു കുടിച്ചല്ലേ, മരുന്നായിരുന്നു അത്, പക്ഷേ എൻ്റെ നാമം കൊണ്ട് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ കുടിക്കണമായിരുന്നു, എങ്കിൽ നിങ്ങൾക്ക് ശിഫ കിട്ടിയേനെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്.